ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ. മീനടത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ശതാബ്ദി സമാപനവും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. പരിപാടി താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൽമത്ത് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ KP രമേഷ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മീനടത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ശതാബ്ദി സമാപനവും യാത്രയപ്പ് സമ്മേളനം താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൽമത്ത് ഉദ്ഘാടനം ചെയ്തു. UP സ്കൂളിന്റെ പൂർണ്ണ അധികാരം ബ്ലോക്ക് പഞ്ചായത്തിന് നൽകണമെന്ന്, പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും ആ ഒരു അധികാരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഹൈസ്കൂളിൽ പൂർണ്ണ അധികാരം ജില്ലാ പഞ്ചായത്തിനും LP സ്കൂളിൻ്റെ പൂർണ്ണ അധികാരം നമ്മളെ ഗ്രാമപഞ്ചായത്തിനുമുണ്ട്. ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിനായി ഒരു അധികാരമില്ലാത്ത ഒരു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഞങ്ങൾക്കുണ്ട്. പക്ഷെ അവർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടാനുള്ള ഒരു കാര്യങ്ങളും അവിടെ ഇല്ല. പിന്നെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഉള്ള സ്ഥലത്ത് പോയി ഇടിച്ചു കയറി പ്രവർത്തിക്കുക എന്നുള്ള ഒരു പ്രവണതയുമായിട്ടാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഓരോ മെമ്പർമാരായാലും എല്ലാവരും മുന്നോട്ട് പോകുന്നത്. താനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ KP രമേഷ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ VK ഷാഫി വിരമിക്കുന്ന അധ്യാപകരായ മേഴ്സി ടീച്ചർക്കും വസന്ത ടീച്ചർക്കുമുള്ള ഉപഹാരം നൽകി. വസന്ത ടീച്ചർക്കുള്ള ഉപഹാരമാണ്. ഈ വിദ്യാഭ്യാസ സ്ഥാപനം രൂപീകൃതമായി 2 നൂറ്റാണ്ട് പിന്നിടുന്നു എന്നുള്ള പ്രത്യേകതയാണ് മീനടത്തൂർ ഗവൺമെൻറ് ഹൈസ്കൂളിനായിട്ടുള്ളത്. 200-ാം വാർഷികം ആഘോഷിക്കുന്ന മലപ്പുറം ജില്ലയിലെ തന്നെ വളരെ ചുരുക്കം സ്കൂളുകളിൽ പെട്ട ഒരു സ്കൂൾ എന്ന രീതിയിൽ വലിയ ചരിത്രത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ അവകാശം പറയാൻ കഴിയാവുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം. വാർഡ് മെമ്പർ K നുസ്രത്ത് ബാനു, ഉബൈദുള്ള മാസ്റ്റർ, ശങ്കരൻ മാസ്റ്റർ, KP ഷിഹാബ്, AP മനാഫ്, ജസീന സുബീർ, രമേഷ് കുമാർ, M നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. മിമിക്രി ആർട്ടിസ്റ്റ് കലാഭവൻ ചിത്തു കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു.